ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങൾ എന്നും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് നിങ്ങളെ ലൈഫിൽ കൂടെ കൂട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർച്ചയായും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുക എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അതെല്ലാം ഒന്ന് അവസാനിച്ച് വീണ്ടും ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി വരിക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ലൈഫിൽ അവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രാപ്പിനകത്ത് അകപ്പെട്ടതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴവരനുഭവിക്കുന്ന ആ ഒരു ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരവസ്ഥ, ഇതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണം, അല്ലെങ്കിൽ നാളെ ഇത് ശരിയാവുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത്രത്തോളം ഒരു ഹാർട്ട് പെയിൻ അനുഭവിക്കുന്ന ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സണെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു ലൈഫ് സൈക്കിൾ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത ഒരു പേഴ്സൺ ആണ്. പക്ഷെ അവരെ കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇതൊരു ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിരിക്കാം ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് വിചാരിക്കുന്നുണ്ട്, അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ വളരെ ഒരു ഉയർന്ന പൊസിഷനിലാണ് നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് ആ ഒരു തരത്തിലാണ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു ട്രാപ്പ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു തേർഡ് പാർട്ടി, ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടും അവർക്ക് ഊരിപ്പോരാൻ കഴിയാത്തതാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമായിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഇറങ്ങി പോരാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ, അങ്ങനെ പല റീസൺസ് കൊണ്ടും ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് പോരാൻ കഴിയുന്നില്ല. അവർ ശ്രമിക്കാത്തത് കൊണ്ടല്ല എന്ന് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ദോഷം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഏതൊക്കെയോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരുടെ ഒരു ബാലൻസ് പോയതായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവരെ കൈപിടിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ സാഹചര്യം കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ അകന്ന് നിൽക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വിധത്തിൽ ഇവർക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നത് സാഹചര്യം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു എനർജി നമുക്ക് വളരെ എടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടം ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്ന,
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തമ്മിൽ അകറ്റി നിൽക്കുന്ന ആ ഒരു സംഭവം എന്താണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ ആരാണോ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവാം. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം വന്ന് പെട്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എനർജീസ് കാണുമ്പോൾ ഇവരിതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ മാക്സിമം നിലനിർത്താൻ നോക്കിയ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികൾക്കായിരിക്കും ഇത് റെസണേറ്റ് ആവുക കേട്ടോ. ഒരിക്കലും നിങ്ങളെ പരിഗണിക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവരുടെ വഴിക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സന്തോഷം മാത്രം നോക്കി പോയൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് ഇവരെക്കുറിച്ച് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുപോലെയുള്ള വ്യക്തികളുടെ എനർജി അല്ല. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് വേണം എന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു സാഹചര്യം കൊണ്ട് മാത്രം ഈ ഒരു തരത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണിത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി പോലെ നിങ്ങളുടെ കൈ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു കൈ പിടിച്ചെപ്പോഴും നിങ്ങൾ അവരുടെ ഒപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതിന് മുൻപ് വന്നിരിക്കുന്ന ഒരു 2 ഓഫ് വൺസ് എനർജി ആണെന്നുണ്ടെങ്കിലും ഏത് പ്ലേസിലാണോ ഇരിക്കുന്നത് അവിടെ അവരൊട്ടും സന്തോഷത്തോടു കൂടിയല്ല ഇരിക്കുന്നത്. അവരുടെ നോട്ടം വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കാണ് അവരുടെ ഒരു ശ്രദ്ധ മുഴുവനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഒരിക്കലും ഇവർ നിങ്ങളെ മറന്നിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മറന്നിട്ടോ ജീവിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഇപ്പോൾ സാഹചര്യവശാൽ നിങ്ങളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തരാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പേഴ്സൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്പ്രെഡാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളിത് ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയാറില്ലേ, ചങ്കെടുത്ത് കാണിച്ചാലും തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ തോട്ട്സ് എന്ന് പറയാം. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി തന്നെ അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇത്രയേറെ സ്നേഹിച്ചിട്ടോ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ അത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു, അവർക്കൊരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി വീണ്ടും അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കൊതിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പല സമയത്തും അവർ വളരെയധികം ഡെസ്പായിട്ട് പോകുന്നതായിട്ടും കാണാം. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് മാനസിക വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു പേഴ്സൺ കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടാവില്ല. ആകെ മൊത്തം വളരെ അസ്വസ്ഥമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തി അത്രമേൽ വേദനിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അത്രയും ഒരു ഹാർട്ട് പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളില്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ആയിരിക്കാം ഒരു ഡിസപ്പോയിൻമെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ പല കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. ഇപ്പോൾ വളരെയധികം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോയിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്നും നല്ല രീതിയിൽ, അല്ലെങ്കിൽ പഴയതുപോലെ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ വളരെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അത്രയും നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് വളരെ അലസമായിട്ട് നടക്കുന്നുണ്ടാവുക. അതുപോലെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുള്ള സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു പേഴ്സൺ. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് മാത്രമല്ല, ആ ഒരു തേർഡ് പാർട്ടിയിൽ നിൽക്കേണ്ടി വരുന്നത് തന്നെ അവരുടെ ഒരു ഗതികേടാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയതാണ് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അത്രയധികം ചിലപ്പോൾ ഒരു ഹെയ്റ്റ് ആ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരേ സമയത്ത് ഈ ഒരു പേഴ്സൺ എല്ലാ കുറ്റങ്ങളും അവരുടേത് മാത്രമാണ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെൻ്റെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പിടിപ്പുകേടായിരുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്കും ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ട്. അതായത് വളരെയധികം ഒറ്റപ്പെട്ട ഒരവസ്ഥ, എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ലല്ലോ എന്നുള്ള ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് അത് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ മൈൻഡിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടാവില്ല. അത്രയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മളുടെ പലപ്പോഴും ചിന്തകളെല്ലാം അത്രയും പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എപ്പോഴെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും തരത്തിൽ മുഷിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോകാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൺട്രോളിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഒരുപാട് നിരാശയും, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒന്നും ശരിയാവുന്നില്ലല്ലോ, കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ലെസ് കോണ്ടാക്റ്റിലൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ,
നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് മാക്സിമം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ കയ്യിലല്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെ തന്നെ ഇവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് പ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുന്നതൊന്നും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെ ഒന്ന് മാനസികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. അതുപോലെ ഇവർക്ക് കുറച്ചൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ കുറച്ചൊരു ടൈം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഓർമ്മകളിൽ നിങ്ങളാണുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ചിലവരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മണ്ടത്തരം കൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാക്കിയെടുത്ത തേർഡ് പാർട്ടി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെയും കൂടി ഒരു ഫോൾട്ട് കൊണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെയും കൂടി ഒരു ഷെയർ അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അല്ലാത്ത കേസസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് നിരപരാധിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല, സാഹചര്യവശാൽ മാത്രം വന്നിട്ടുള്ളവരും ഉണ്ടാവാം. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ ചില മണ്ടത്തരങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. അതിന് ഇവരും ഒരു റീസൺ ആയിട്ടുണ്ടാവാം. പക്ഷെ പെട്ട് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഊരി പോരണം എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവർ എന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് നമ്മളുടെ റീഡിങ്ങിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമാണല്ലോ നിങ്ങൾക്ക് അറിയാനുള്ളത്. അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, സിറ്റുവേഷൻസ്, എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ പേഴ്സണോട് കൂടുതൽ ഫേവർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണ് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം എന്താണ്, അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവരെങ്ങനെയാണോ കാണുന്നത് അത്തരത്തിലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു പേഴ്സൻ്റെ ചിന്തയ്ക്ക് പകരമായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ ഈ ഒരു കമൻ്റ് ഇട്ട വ്യക്തിയുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയും ഭീകരമായിട്ട് ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മളുടെ അന്നത്തെ ആ ഒരു റീഡിങ്ങിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ പേഴ്സൺസിൻ്റെ എനർജിയാണ് അത്, നിങ്ങളുടേതല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എത്ര അകന്നിരുന്ന് കഴിഞ്ഞാലും റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നത് അവരൊരു ട്രാപ്പിനകത്ത് പെട്ടുപോയി, അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ഓണാക്കാൻ അവരെ കൊണ്ട് കഴിയാത്തത് എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തുള്ള ചില വ്യക്തികളുടെ പേഴ്സൺസ് എന്ന് പറയുന്നത് ഒട്ടും അവർ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടൊപ്പം അടിച്ചുപൊളിച്ച് നടക്കുന്ന പേഴ്സൺസിൻ്റെ വ്യക്തികളാണിത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിതൊരിക്കലും റെസണേറ്റ് ആവില്ല. അപ്പോൾ നമ്മളുടെ റീഡിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റേതായിട്ടുള്ള ഓരോ ചിന്താഗതികൾ, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഫീച്ചേഴ്സ് വരെ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൻ്റേതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തല്ലിപ്പഴിപ്പിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ. അപ്പോൾ അത് നിങ്ങളുടെ റീഡിംഗ് അല്ല, ആ ഒരു ഫീച്ചേഴ്സായിട്ട് ഒത്തുപോകുന്ന മറ്റേതെങ്കിലും വ്യക്തികളുടെ റീഡിംഗ് ആണത്, അല്ലെങ്കിൽ അവർക്കാണത് റെസണേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത്, റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത്, റീഡിങ്ങിനകത്ത് വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ മാത്രം ക്ലെയിം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളയാൻ പറയുന്നത്. നമ്മളുടേതല്ലാത്ത എനർജി നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്ത് നിർത്തരുത്. അപ്പോൾ നമ്മളുടെ പേഴ്സണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു എനർജി എടുത്തിട്ട് നമ്മളത് നിർബന്ധപൂർവ്വം നമ്മളുടേതാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും നല്ല കാര്യമല്ല. നമ്മൾ മറ്റാരുടെയോ എനർജി സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ പേഴ്സൺ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ എനർജി ആണോ അത് മാത്രം നമ്മൾ റിസീവ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മളിലേക്ക് കാണാനോ കേൾക്കാനോ അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൗകര്യപൂർവ്വം അത് വിട്ടുകളയാണ് വേണ്ടത്. ഒരിക്കലും അത് നമ്മളുടേതാണെന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റി എടുക്കരുത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ്ഷിപ്സ് അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾ ഇവരെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്ന് ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അത് ഇനി ഒരു വ്യക്തിയോട് അങ്ങനെയുള്ള എന്തെങ്കിലും ടോക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണോ,
അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത്ര വേഴ്സ് ആയതുകൊണ്ടാണോ ഈ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും എന്നവർ വളരെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്രമേൽ അവർക്ക് ഇപ്പോഴുള്ള സൈക്കിളും അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ കണ്ടിട്ട് ഇവരൊരു പക്ഷേ ശനിയുടെ ഏതെങ്കിലും ഒരു ട്രൈറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരു പക്ഷേ ഏഴര ശനിയോ കണ്ടക ശനിയോ അല്ലെങ്കിൽ അഷ്ടമ ശനിയോ ശനി മഹാദശയോ അങ്ങനെ ഏതെങ്കിലും ഒരു ശനിയുടെ ദൃഷ്ടി പതിഞ്ഞ ഒരു കാലയളവിലൂടെ സഞ്ചരിക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം തലക്ക് ചൂട് പിടിച്ച് നടക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജി നല്ല രീതിയിൽ തന്നെ കാണാം. ഒരുപാട് വിഷമിക്കുന്നു, അപ്പോൾ തന്നെ വീണ്ടും ഒരു പ്രതീക്ഷ കൊടുക്കുന്നു, വീണ്ടും വിഷമിക്കുന്നു. അതുപോലെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ ദേഷ്യം വരാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു പേഴ്സണ്. അപ്പോൾ ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നവരെ ജഡ്ജ് ചെയ്യരുത്. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ഇപ്പോൾ ഇത്തരത്തിലാണുള്ളത്. ഒരു പക്ഷേ അവരുടെ ഒരു സമയദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതും കൂടി കൊണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഇത്തരത്തിലായതുകൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു കാർഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങളുടെ ജീവനാണ് ഈ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. നിങ്ങളുടെ ലോകത്തിൽ സത്യം പറഞ്ഞ മൂന്നാമതൊരാളില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ എല്ലാവരും പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ഒരുപാട് വിഷമിച്ചിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കിനി ഓവറായിട്ട് സങ്കടപ്പെടാൻ വയ്യ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ വേണം. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് തിടുക്കമുണ്ട്. എത്രയും പെട്ടെന്ന് എന്നുള്ള ആ ഒരു എനർജി ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാം ഡിവൈനിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഇവരെ പോലെ തന്നെ ഒരു ഹോപ്പ് നിങ്ങൾക്കും ഉണ്ട്. എല്ലാം ഒരു ദിവസം ശരിയാകും എന്ന് നിങ്ങളും കരുതുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ഫോർച്യൂണിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പക്ഷെ ഓവറായിട്ട് നിങ്ങളൊരു ഡിപ്രഷനിലേക്ക് പോയതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. നിങ്ങൾ എത്രയും വേഗം ഈ ഒരു പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വളരെ ഡിപ്രസ്ഡ് എനർജിയിലല്ല, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂട്രൽ ആയിട്ടുള്ള എനർജിയിൽ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടത്, നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആംഗിളിൽ നിന്ന് കൂടി ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിനകത്ത് കൂടുതലും പ്രശ്നങ്ങളൊക്കെ വളരെയധികമായിട്ട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ ചിന്തിച്ചിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ നേരത്തെ അവരുടെ ഒരു തോട്ട്സിൽ വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് പിടിവാശി പിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു പാസ്റ്റ് എനർജി നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയും കൂടി നിങ്ങൾ പലപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഇല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു പരിവർത്തനം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു വാശികളും അല്ലെങ്കിൽ ആ ഒരു പിടിവാശികളെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പേഷ്യൻസ് എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്കും കൂടി വേണ്ടി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ഒരുപാട് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിങ്ങളുടെ ലോകം. ആ ഒരു തരത്തിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡിവൈൻ എനർജിയിൽ സമർപ്പിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് നിങ്ങളുടെ എനർജി വളരെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ എനർജി അത്രമേൽ അവരുടെ ഓരോ തോട്ട്സും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൂസിൻ്റെയോ മറ്റൊന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങളിത് സ്വീകരിക്കുക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ, എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, സമാധാനപൂർണ്ണമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഈ ഒരു പേഴ്സൻ്റെ ഒരു സമയദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക.
ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.